ഇന്ത്യയോട് മുട്ടാൻ വന്ന മാലദ്വീപിന് ഭാവി അത്ര ശോഭനമായിരിക്കില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. ഒരു കാരണവുമില്ലാതെയാണ് ഈ ദ്വീപ് രാജ്യം ഇന്ത്യയെ വെല്ലുവിളിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സർക്കാരിനെയും പരസ്യമായി അപമാനിച്ചത്. ഇതും പോരാഞ്ഞ് ചൈനയുമായി ചേർന്ന് മുന്നോട്ടു പോകാൻ കരുക്കളും നീക്കി. ചരിത്രത്തിൽ ഇന്ത്യ നൽകിയ നിസ്വാർത്ഥമായ എല്ലാ നന്മകളെയും നിമിഷനേരം കൊണ്ട് വിസ്മരിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് മുയ്സുവിന്റെ നേതൃത്വത്തിലെ മാലദ്വീപിലെ സർക്കാർ കൈവിട്ട കളി കളിച്ചത്. ഇന്ത്യ അപ്പോഴും സംയമനം കാത്തുസൂക്ഷിച്ചു. മാലദ്വീപിനെ നയതന്ത്ര രീതിയിൽ മാത്രം നേരിട്ടു. ഇന്ത്യയിലെ ജനങ്ങളെ എന്താണ് സംഭവിച്ചതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ മാലദ്വീപ് കടുത്ത വിമർശനം നേരിടുന്നത് രാജ്യാന്തര നാണയനിധിയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് അളവില്ലാതെ സഹായവും വായ്പയും വാങ്ങി മാലദ്വീപ് വലിയ കടക്കണിയിലേക്ക് പോകുന്നുവെന്നാണ് IMFന്റെ മുന്നറിയിപ്പ്. ഇന്ത്യ നൽകിയ സഹായങ്ങളും കൈത്താങ്ങലും വളരുകയും നിവർന്നു നിൽക്കുകയും ചെയ്ത രാജ്യമാണ് മാലദ്വീപ്. ചൈനയുമായി കൈകോർത്തതിനു ശേഷം കഷ്ടകാലങ്ങളാണ് മാലമാലയായി മാലദ്വീപിന് വരുന്നത് എന്ന് ചുരുക്കം. വിദേശ കടം പെരുകിയിരിക്കുകയാണ്. മാലദ്വീപ് നയങ്ങളിൽ ഉടനടി മാറ്റം വരുത്തിയേ മതിയാകൂ. കടക്കണക്കുകളൊന്നും പുറത്തുവിടാതെയാണ് മാലദ്വീപിന് IMF താക്കീത് നൽകുന്നത്. ഇപ്പോഴത്തെ നയങ്ങളിൽ അടിയന്തരമായി മാറ്റം വരുത്തിയില്ലെങ്കിൽ ധനക്കമ്മിയും മൊത്ത കടബാധ്യതയും നാൾക്കുനാൾ വർദ്ധിക്കുകയേ ഉള്ളൂ. വലിയ സാമ്പത്തിക അരാജകത്വമായിരിക്കും ഇതുമൂലം മാലദ്വീപ് നേരിടേണ്ടി വരികയെന്നും IMF മുന്നറിയിപ്പ് നൽകി. ഇന്ത്യാ വിരുദ്ധത മുഖമുദ്രയാക്കിയാണ് മുഹമ്മദ് മുയ്സു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും മാലദ്വീപിൽ അധികാരത്തിലെത്തിയത്. ഇന്ത്യാ വിരുദ്ധനായതുകൊണ്ട് തന്നെ ചൈന മുയ്സുവിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നവംബറിൽ മുയ്സു അധികാരത്തിലെത്തി നാളുകൾ കഴിയും മുമ്പ് തന്നെ ഇന്ത്യയുമായി പോരിനുമിറങ്ങി. ഇതെല്ലാം ചൈനയെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്ന് വ്യക്തം. ആ ചിന്ത ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മുയ്സുവിന്റെ ചൈന സന്ദർശനം. ബീജിംഗിൽ പോയി വന്ന ശേഷം ചൈനയെ മുക്തകണ്ഠം പ്രശംസിച്ചാണ് മുയ്സു പ്രതികരിച്ചത്. പ്രശംസയ്ക്ക് കാരണം പറഞ്ഞത് മാലദ്വീപിന് ചൈന നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന സഹായങ്ങളും. ടൂറിസമാണ് മാലദ്വീപിന്റെ പ്രധാന വരുമാനമാർഗം. മാലദ്വീപിലെ വൈറ്റ് സാൻഡ് ബീച്ചുകളിലേക്ക് എത്തുന്നവരിൽ നിന്ന് ലഭിക്കുന്ന പണം വേണം രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ. ചികിത്സയ്ക്ക് പോലും അവർക്ക് ഇന്ത്യയെ ആശ്രയിക്കണം. കേരളത്തിലേക്കാണ് കൂടുതൽ പേരും ആശുപത്രികൾ തേടിയെത്തുന്നത്. ഇതിന്റെ ചിലവെല്ലാം വഹിക്കുന്നത് മാലദ്വീപ് സർക്കാരും. ഇങ്ങനെ പലവിധത്തിൽ പണം കണ്ടെത്തേണ്ട സാഹചര്യമാണ് മുയ്സു സർക്കാരിന് മുന്നിലുള്ളത്. ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികളെത്തിയാൽ മാലദ്വീപിന് ആകർഷണം കുറയുമെന്നതാണ് അവരെ ഏറ്റവും ആശങ്കയിലാക്കുന്ന കാര്യം. അതെങ്ങനെയും മറികടക്കുക തന്നെയാണ് അവർക്ക് ആവശ്യവും. അതിനാണ് അവർ ചൈനയുടെ സഹായം തേടിയത്. മാലദ്വീപിലെ വിമാനത്താവളം വികസിപ്പിക്കാനും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനുമായി ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവർ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പണം വേണം. ചൈനയിൽ നിന്ന് പണം വാങ്ങിയാൽ കഴുത്തറ്റം പൊങ്ങുന്ന കടത്തിലേക്കാണ് മാലദ്വീപ് പോകുന്നതെന്നാണ് വ്യക്തമായ സന്ദേശം IMF നൽകുന്നത്. ഇത് മുയ്സു മാത്രം വരുത്തിവെച്ചതല്ല എന്നതാണ് സത്യം. മുയ്സുവിന്റെ മുൻഗാമി 2018 വരെ 5 വർഷം മാലദ്വീപ് ഭരിച്ച അബ്ദുള്ള യാമീനും ചൈനയിൽ നിന്ന് വലിയ സംഖ്യ കടം വാങ്ങിയിരുന്നു. ഇതിന്റെ ബാധ്യതയും ഇപ്പോഴുണ്ട്. ഇന്ത്യയെ വെല്ലുവിളിച്ച് ചൈനയ്ക്കൊപ്പം കൂടി വലിയ ലോകങ്ങൾ സ്വപ്നം കണ്ട മാലദ്വീപ് എന്തായാലും ഇപ്പോക്ക് പോയാൽ മുഴുക്കടത്തിൽ മുങ്ങിത്താഴുമെന്ന് ഉറപ്പാണ്.